എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഒരു ലഞ്ച് മെനു, കുറച്ച് കറികളുടെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 8 മാമ്പഴ പുളിശ്ശേരി, അതിനാവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം ഇത്രയും ഒഴിക്കുക. അതുപോലെ തന്നെ ഒരു പകുതി വെള്ളരിക്ക ചെറുതായിട്ട് പീസാക്കിയത്, അതും കൂടി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. കുക്കർ അടച്ച് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കാം. ഒരു ചെറിയ മുറി നാളികേരം, അതിലേക്ക് തന്നെ 1 ടീസ്പൂണ് ജീരകം, 1 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ തന്നെ 5-6 പച്ചമുളക്, ഇത്രയും സാധനങ്ങളും, പിന്നെ കറിവേപ്പില 2 തണ്ട് അല്ലെങ്കിൽ 3 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് തൈരും ആവശ്യമുണ്ട്. അപ്പോൾ ഒരു വലിയ ഗ്ലാസ് തൈരും ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ അടിച്ചിങ്ങനെ ലൂസാക്കില്ല, ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ അടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ അതാ നമ്മുടെ മാങ്ങ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ആ കുക്കർ തുറക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വറവിടാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ആ വിസിലൊക്കെ പോയി നമ്മുടെ കുക്കർ തുറക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്കയിലും മാങ്ങയിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ അടുപ്പിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും നല്ല ഫ്ലേവർ ഉണ്ട് അരപ്പിന്. അതുപോലെ തന്നെ ഇത് കുറേ സമയത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു റോ ടേസ്റ്റാണ് അതിൻ്റെ രുചി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ച് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. കാരണം ഇത് ചൂടുള്ള കറിയിലേക്കാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്തു കേട്ടോ. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലേന്നൊന്ന് പരിശോധിക്കണം. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കഷ്ണം ശർക്കരയോ പഞ്ചസാരയോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. വറവിടാനായിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. വറ്റൽമുളകും കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ കറിയിലേക്ക് വറവ് ചേർക്കുക. കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ഒരു ഭരണിയിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ വെച്ചിട്ട് 2 ഡിഷസാണ്. അതായത് പടവലങ്ങ വെച്ചിട്ട് ഒരു സ്റ്റൂവും അതുപോലെ തന്നെ ഒരു പടവലങ്ങ തോരനുമാണ് കേട്ടോ. പടവലങ്ങയുടെ സ്റ്റൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും 2 പച്ചമുളക് നടുകെ കീറിയതും ഉപ്പും ചേർത്തിട്ട് രണ്ടും ഞാൻ സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതായത് ഒരെണ്ണത്തിൽ നാളികേരമൊക്കെ ചേർത്തിട്ട് തോരൻ പോലെയാക്കാനും, ഒരെണ്ണത്തിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് നമ്മൾക്ക് ഒരു സ്റ്റൂ പോലെയാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് വെള്ളം പറ്റി വരണ വരെ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങ ചിരവിയിട്ട് നമുക്കതിൻ്റെ പാലെടുക്കാം. തേങ്ങാപ്പാലെടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം കറക്റ്റായിട്ട് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ എടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറേ വെള്ളം ഒഴിച്ച് കുറേ ലൂസിൽ തേങ്ങാപ്പാൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചെറിയൊരു ബൗളിൽ കട്ടിപ്പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് കുറച്ച് സമയം ഇരുന്ന് അതിലേക്ക് തേങ്ങാപ്പാലിലൊക്കെ പിടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു വലിയ ടീസ്പൂണ് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ചൂടാക്കൊന്നും വേണ്ട. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. ഈ സ്റ്റൂ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾക്ക് അതിൻ്റെ തോരൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ പടവലങ്ങയൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വറവ് ചേർക്കുക മാത്രമേ വേണ്ടൂ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിന് കടുകിടുക. അത് കഴിഞ്ഞ് നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് ഐറ്റംസൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ്, അതായത് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് പരിപ്പില്ലേ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു പകുതി സവോള, 2 പച്ചമുളക് നെടുകീറിയത്, 2 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതൊന്ന് വാടാറാവുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കൈപ്പിടി തേങ്ങയും ചേർത്ത് കൊടുക്കുക.
അതിൻ്റെയൊക്കെ അളവ് നമ്മുടെ പടവലങ്ങയുടെ അളവിന് അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മുക്കാൽ ഭാഗം വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പടവലങ്ങ അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതും നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഉപ്പ് കൂടാതെ ശ്രദ്ധിക്കണം. പടവലങ്ങ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഉപ്പ് പെട്ടെന്ന് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം കുക്ക് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് പപ്പടം വറുത്തെടുക്കാം. ഊണിൻ്റെ ഒരു കോംബോ ഫില്ലാവണമെങ്കിൽ എന്തെങ്കിലും വറവോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും വേണമല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് പപ്പടം കാച്ചിയെടുക്കുകയാണ്. പപ്പടം കാച്ചിയെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പപ്പടം നന്നായി തട്ടിക്കുടഞ്ഞ് അതിൻ്റെ ഉഴുന്ന് പൊടി ഉണ്ടായിരിക്കും. അത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അവർ ഉഴുന്ന് പൊടി ചേർക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളത് കാച്ചുന്ന സമയത്ത് അതൊക്കെ നന്നായി തട്ടിക്കളയാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഉഴുന്ന് പൊടി അതിൽ കിടന്ന് കരിഞ്ഞ് വെളിച്ചെണ്ണ പെട്ടെന്ന് കറുത്തു പോവും. പിന്നെ കാച്ചന പപ്പടും കറുത്തു പോട്ടാ. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂർക്ക വെച്ചിട്ടൊരു മുളുകുഷിയാണ്. അതായത് നമ്മൾ അവിയലിൻ്റെ അരപ്പൊക്കെ ചേർത്തിട്ടുള്ള ഒരു മഞ്ഞ നിറത്തിലിരിക്കണ ഒരു കറിയാണ്. കഞ്ഞിക്കൊക്കെ ഇത് അടിപൊളിയാണ്. പക്ഷേ ചോറിനും സൈഡ് ഡിഷായിട്ട് സൂപ്പറാണ് കേട്ടോ. കൂർക്ക നമ്മൾ നല്ല കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇതാ ഈ ഒരു പരുവത്തിൽ വേണം കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അത് നമുക്ക് കഴുകി വാരി വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ വല്ലാതെ ഉടഞ്ഞു പോവും. ഇത് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം പകുതി വേവ് വരെ ഇങ്ങനെ അതിന് ശേഷം അരപ്പ് ചേർത്തിട്ട് ഒന്ന് വേവാനുണ്ട്. ഇപ്പോൾ കുക്കറിൽ അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചൂട് കയറി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ചൂട് നിന്നോളും. അപ്പോൾ അതാ ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 കതിര് കറിവേപ്പില, നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് 2 പച്ചമുളകും കീറിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അതിനുശേഷം നമുക്ക് അത്യാവശ്യം വലിയ പച്ചമുളക് തന്നെയാണ്, അത്യാവശ്യം എരിവുള്ളതുമാണ്. പക്ഷെ നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് അരകല്ലിലോ അല്ലെങ്കിൽ ഇടികല്ല് വെച്ചിട്ടോ നമുക്ക് ഒന്ന് ചതച്ച് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയുള്ളി കൂടി ചേർക്കണം. ചെറിയുള്ളി എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊരു പകുതി സവോള കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അവിയലിന് ഇടിക്കണ അതേ ഐറ്റംസാണ്. അപ്പം ഈ കറിക്കും അവിയലിൻ്റെ ഒരു മണമായിരിക്കും. പക്ഷേ കഷ്ണങ്ങൾ കൂർക്കയായതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി വ്യത്യാസമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഇടികല്ലൊക്കെ ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ ഇടിച്ച് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അധികം നേരം നമ്മൾ കുക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എരിവിന് അല്ലെങ്കിൽ കളറിനോ മുളക് പൊടി ചേർക്കണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ അരപ്പിൻ്റെ പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൂടാറുമ്പോൾ കറി കുറുകി പാകത്തിന് മീഡിയം ചാറായിട്ടുള്ള ഒരു കറിയായി മാറും. അതുകൊണ്ട് വെള്ളം ചേർത്താലും പ്രശ്നമില്ല. ഇനി കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിന് മുളക് പൊടിയുടെ അങ്ങനെ പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് നേരം നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് ഇത് അടച്ചു വെക്കണേ. അവിയലിന് ചെയ്യുന്നത് പോലെ തന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്തിട്ട് ആണ് ഈ കറി ഫിനിഷ് ചെയ്യണേ. അപ്പോൾ അതിലുള്ള ആ മുളക് ആ കഷ്ണങ്ങളിലേക്കൊക്കെ പറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് അതിൽ വെള്ളമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനത് അടച്ചിട്ടുണ്ടായിരുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ലാസ്റ്റ് നമുക്കിതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കാം ലാസ്റ്റായിട്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഈ കോംബോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. ബായ്.